നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എടത്തിരുത്തി പഞ്ചായത്തിലെ മാണിയം താഴം പാടശേഖരത്തിൽ നെൽകൃഷിക്ക് തുടക്കമായി. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടി പോലീസ് പ്രവർത്തനത്തിന് തുടക്കമായി. ബാങ്ക് ഓഫ് ബറോഡ മതിലകം ശാഖയിലെ അസിസ്റ്റന്റ് മാനേജർ ദേവരാജനെ സ്ഥലം മാറ്റുന്നതിൽ പ്രതിഷേധിച്ച് പൗരസമിതി ബാങ്കിന് മുന്നിൽ ധർണ നടത്തി. വാർത്തകൾ വിശദമായി. എടത്തിരുത്തി പഞ്ചായത്തിലെ മാണിയം താഴം പാടശേഖരത്തിൽ നെൽകൃഷിക്ക് തുടക്കമായി. കൃഷിവകുപ്പിന്റെ തരിശുനില നെൽകൃഷി പദ്ധതി പ്രകാരമുള്ള കൃഷിയുടെ യന്ത്രം ഉപയോഗിച്ചുള്ള ഞാറുനടീലിന്റെ ഉദ്ഘാടനം VS സുനിൽകുമാർ MLA നിർവഹിച്ചു. ധാരാളം സ്ഥലം തരിശായി കിടക്കുന്ന കൃഷിസ്ഥലമുള്ള സ്ഥലമായി മാറിയിരിക്കുകയാണ്. വർഷങ്ങളായി തരിശായി കിടക്കുന്ന ഈ സ്ഥലത്ത് ചേക്ക കയറി ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായ സാഹചര്യത്തിൽ വളരെ സാഹസികമായിട്ടാണ് ഇവിടുത്തെ ഇവിടുത്തെ പാടശേഖര സമിതി വീണ്ടും ഇവിടെ കൃഷി ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അവർക്ക് ഒരുപാട് നഷ്ടങ്ങളും കഷ്ടനഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിട്ടും കൃഷി ചെയ്യണമെന്നൊരു വാശിയിൽ അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും ശ്ലാഘനീയമായ കാര്യമാണ്. അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾക്ക് ആവശ്യമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള സഹായം കൊടുക്കാൻ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്കറിയാമെങ്കിലും പരിമിതമായി സർക്കാരിന് ലഭിക്കുന്ന സഹായങ്ങൾ വാങ്ങിക്കൊണ്ട് നമ്മുടെ കൃഷിക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വലിയ പ്രവൃത്തിയെ, സേവനത്തെ നമുക്കൊരിക്കലും വിലമതിക്കാനാവാത്ത അത്രയും വലിയ കാര്യമാണ് ഈ കൃഷിക്കാരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്, നമ്മുടെ ഈ പ്രദേശത്തെ പരിപൂർണമായിട്ടും കാർഷിക മേഖലയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊരു പദ്ധതിയുടെ പ്രവൃത്തിയിലാണ് നമ്മളെല്ലാവരും. ഈ വരുന്ന 21-ാം തീയതി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രോജക്റ്റിൻ്റെ വിശകലനം നടത്താൻ വേണ്ടിയിട്ടും ആ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും തിരുവനന്തപുരത്ത് വെച്ച് വീണ്ടും ഒരു ഉന്നതതല മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ, പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR ഹരി, താന്യം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും നടിയിൽ നടത്തുന്ന ഗ്രീൻ ആർമിയുടെ പ്രസിഡന്റുമായ ജയ്മോൻ, മതിലകം ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ MP ഗോപിദാസ്, കൃഷി ഓഫീസർ MH മുഹമ്മദ് ഇസ്മായിൽ, വാർഡംഗം മല്ലിക വാസു, മാണിയം താഴം പാടശേഖര സമിതി പ്രസിഡന്റ് കൊച്ചു മുഹമ്മദ് മാസ്റ്റർ, സമിതി അംഗങ്ങൾ, കർഷകർ എന്നിവർ സംബന്ധിച്ചു. 10 ഏക്കർ സ്ഥലത്താണ് തരിശുനില കൃഷി നടപ്പാക്കുന്നത്. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടി പോലീസ് പ്രവർത്തനത്തിന് തുടക്കമായി. VS സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. 2010 ആണ് സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് എന്ന് പറയുന്ന സംവിധാനം വിദ്യാർത്ഥികളുടെ കൊണ്ടുവരുന്നത്. വലിയൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്. പോലീസ് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടായിരുന്ന ധാരണകൾ, ആ ധാരണകളിൽ വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ആദ്യമായിട്ട്, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ SPC എന്ന സംവിധാനം വിദ്യാർത്ഥികൾക്കിടയിൽ ആരംഭിക്കുന്നത്. പോലീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ തോന്നുന്നൊരു കാര്യം, നമുക്കെല്ലാവർക്കും തോന്നിയിരുന്ന കാര്യം, പോലീസ് എന്ന് പറയുമ്പോൾ അവർ ഇവൻ പോലീസുകാരുടെ സ്വഭാവം കാണിക്കുന്നതെന്ന് പറയും, പോലീസുകാരെന്താ കുഴപ്പക്കാരാണെന്നുള്ള ധാരണ നമുക്കെല്ലാവർക്കും. പോലീസ്
സംവിധാനം ബ്രിട്ടീഷുകാരുടെ കാലത്തെ പോലീസല്ല ജനാധിപത്യ സംവിധാനത്തിലെ പോലീസ്. ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോലീസ്, നമ്മുടെ സൈന്യമാണ്. നേരത്തെ അങ്ങനെയല്ല. പോലീസിന്റെ പഴയകാലത്തെ രീതികളൊക്കെ ആ രൂപത്തിലായിരുന്നില്ല. ഇപ്പോൾ അതിൽ നിന്നെല്ലാം വളരെയേറെ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആധുനികമായ പോലീസ് സംവിധാനം കൂടുതൽ മാനുഷിക മുഖമുള്ളതും കൂടുതൽ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതും കൂടുതൽ സേവന സന്നദ്ധതയുള്ളതുമായിട്ടുള്ള ഒരു പോലീസ് സേനയാണ് നമുക്ക് ആവശ്യം. ആ പോലീസ് സേന വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ, SPC ഒക്കെ ഉണ്ടാകുന്നത്. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ട്രീസ മാത്യു അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട DYSP CA വർഗീസ് മുഖ്യാതിഥിയായിരുന്നു. ഫാദർ ബെന്നി വാഴക്കൂട്ടത്തിൽ, PTA പ്രസിഡന്റ് MK തിലകൻ, കൊടുങ്ങല്ലൂർ CI M സുരേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജമീല അബൂബക്കർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുലേഖ സുലൈമാൻ, TS ദാസൻ, മതിലകം SI പ്രേമാനന്ദകൃഷ്ണൻ, ഗ്രാസിയ പോൾ, KM ജോസ് എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപിന്നിയിൽ സ്കൂട്ടറിൽ ബസ് തട്ടി യാത്രക്കാരി റോഡിലേക്ക് തെറിച്ചു വീണ് ഗുരുതരമായി പരിക്കേറ്റു. എടമുട്ടം സ്വദേശിനി മുമ്പ് വീട്ടിൽ ദീപ സജിക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാവിലെ 10:45 ചന്ദ്രാപിന്നി 17 പെട്രോൾ പമ്പിനടുത്താണ് അപകടം. സംഭവശേഷം നിർത്താതെ പോയ കോഴിക്കോട് എറണാകുളം റൂട്ടിലെ സ്വകാര്യ ബസ് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് മതിലകത്ത് വെച്ച് പോലീസ് പിടികൂടി. യുവതിയെ ചന്ദ്രാപിന്നിയിലെ ആക്ട്സ് പ്രവർത്തകർ കയ്പമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തേക്ക് മാറ്റി. ബസ് ഡ്രൈവറുടെ ലൈസൻസ് പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ മതിലകം പോലീസ് കേസെടുത്തു. അതേസമയം ബസിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാകാം അപകടമെന്നും തങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുമാണ് ബസ് ജീവനക്കാരുടെ വിശദീകരണം. കേന്ദ്ര പുകയില നിയന്ത്രണം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് പരിശോധന കർശനമാക്കി. കയ്പമംഗലത്ത് കൊപ്രക്കളം, കാളമുറി, കൂരിക്കുഴി, വഴിയമ്പലം, മൂന്നുപീടിക എന്നിവിടങ്ങളിലെ 27 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് നിയമാനുസൃത ബോർഡുകൾ സ്ഥാപിക്കാത്തത് ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾ നടത്തിയ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും പിഴ ഈടാക്കുകയും ചെയ്തു. 22 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. 15 സ്ഥാപനങ്ങളിൽ നിന്നായി 3000 രൂപ പിഴ ഈടാക്കി. പൊതുസ്ഥലങ്ങളിൽ പുകവലിച്ച 5 പേർക്കെതിരെ നടപടിയെടുത്തു. കയ്പമംഗലം PHC ഹെൽത്ത് ഇൻസ്പെക്ടർ R വിജയൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ S ശരത് കുമാർ, MS ബിനോജ്, MJ ബിനോയ്, നജിമോൻ TC, VD ദിവ്യ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. വരും ദിവസങ്ങളിലും പരിശോധന തുടരും. ഇനിയൊരു ഇടവേള.